പറയണേ? ഗ്യാതറിംഗ് പാർട്ടിലാണ് നമ്മൾ പറഞ്ഞ ആളുകളെ, യേശുവിനെ കർത്താവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുന്നവരെ സഭയെ ചേർത്തു. റൈറ്റ്, ഗുഡ്, നല്ല കാര്യം ചെയ്തേ, നല്ല കാര്യം ചെയ്തു. മത്തായി 11:28 നമ്മൾ മനോഹരമായി ചെയ്തു, സത്യമാ പറഞ്ഞേ. പക്ഷേ ഇനി അടുത്തൊരു പോയിന്റ്, ഇവരെ ഇവിടെ നിർത്താനാണോ നമ്മളെ വിളിച്ചാക്കി വെച്ചത്? ഈ ജനത്തെ എങ്ങോട്ട് പിടിക്കാനാ നമ്മളെ ആക്കി വെച്ചേ? മനുഷ്യരെ കുരുക്കാനല്ല, മനുഷ്യരെ പിടിക്കാനാ ആക്കി വെച്ചേ. ഇവർ ആരംഭം നന്നായിട്ട് പറഞ്ഞു, പക്ഷേ അവസാനം മിണ്ടിയത് പോലുമില്ല. ആരംഭം പറഞ്ഞു, അവസാനം മിണ്ടിയില്ല. ഇതാ യേശു കൊടുക്കുന്ന ആശ്വാസം പറഞ്ഞു, അവനവൻ കണ്ടെത്തുന്ന ആശ്വാസത്തെക്കുറിച്ച് മിണ്ടിയില്ല. മത്തായി 11:28 പറഞ്ഞു, 11:29 നുകമെടുക്കലും യേശുവിനോട് പഠിക്കലും ആശ്വാസം കണ്ടെത്തലും മിണ്ടിയില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പിടുത്തം കിട്ടിയില്ല. ഇതാ ഈ ഒരു ഭാഗത്ത് മാത്രം രക്ഷിക്കപ്പെടുക, സഹായപ്പെടുക, പരിശുദ്ധാഭിഷേകം പ്രാപിക്കുക, ഇനി കൈയടിച്ചു, ഫിനിഷ്. തീർന്നില്ല കുഞ്ഞേ. രക്ഷിക്കപ്പെട്ടവർ ദൈവരാജ്യം അവകാശമാക്കണം, ദൈവരാജ്യം അവകാശമാക്കണം. ഇതാണ് കർത്താവിന്റെ ഇഷ്ടം. കിങ്ഡം നീ അവകാശമാക്കണം, അല്ലെങ്കിൽ കർത്താവ് കുഞ്ഞെ എന്നെ നിങ്ങളെ തുപ്പിക്കളയും. കർത്താവ് പറഞ്ഞിട്ടില്ലേ സഭയിലുള്ളവരോട്? വെളിപ്പാട് 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, ലവോദിക്യ സഭയോട് പറയുന്നത്, നീ ശീതവാനുമല്ല, നീ ഊഷ്ണവാനുമല്ല. നീ ലോക മനുഷ്യനാണോ? അതെ. എന്നാൽ ദൈവരാജ്യത്തിന്റെ മനുഷ്യനാണോ? അതെ. നിന്നെ ഞായറാഴ്ച വലിയ ദൈവരാജ്യത്തിന്റെ മനുഷ്യനാണ്, അല്ലെങ്കിൽ ഗൾഫിലാണെങ്കിൽ വെള്ളിയാഴ്ച, ബാക്കിയുള്ള ദിവസം ഇതാ ലോകത്തിന്റെ മനുഷ്യനാണ്. അങ്ങനെ നീ അതുമല്ല, നീ ഇതുമല്ല. നിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? എൻ്റെ വായിൽ നിന്ന് നിന്നെ ഞാൻ തുപ്പിക്കളയും. അതിൻ്റെ അർത്ഥം ഇന്ന് അപ്പൊ കർത്താവ് നമ്മളെ എവിടെ വെച്ചിരിക്കുക? വായിൽ വെക്കുന്ന സാധനം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വായിൽ വെക്കണ തുപ്പാൻ വേണ്ടിയല്ല, വിഴുകാൻ വേണ്ടിയുമല്ല. വായിൽ നമ്മൾ വെച്ച് നോക്കണേ, ടേസ്റ്റ് അറിയാനാ. എന്നിട്ട് തീരുമാനിക്കും ഈ ദൈവാസന്മാർ പറഞ്ഞാൽ ഏത് ചെയ്യണമെന്ന്. ഒന്നില്ലെങ്കിൽ തുപ്പും, അല്ലെങ്കിൽ ഇറക്കും. അപ്പൊ വായിൽ വെക്കുക. ആദ്യം എന്ത് ചെയ്യും? ഒരു ഭക്ഷണം കാണുമ്പോൾ നമ്മൾ എന്താ ആദ്യം ചെയ്യാറ്? അന്നെങ്ങ പോരട്ടെ അല്ലേ? ഇതാ ശ്രദ്ധിച്ചേ. അപ്പൊ കർത്താവ് നമ്മളെ വായിൽ വെച്ചിരിക്കുക, കുഞ്ഞെ നിന്നിൽ ലോകം ചുവയ്ക്കണോ ദൈവരാജ്യം ചുവയ്ക്കണോ? മനസ്സിലായോ? ലോകമാണ് ചുവയ്ക്കുന്നതെങ്കിൽ ലോകത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള ശത്രുത തുപ്പിക്കളയും. ദൈവരാജ്യമാണ് ചുവയ്ക്കുന്നതെങ്കിൽ കർത്താവ് നമ്മളെ ഇറക്കും. അതിൻ്റെ അർത്ഥം കർത്താവ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യും. ശ്രദ്ധിച്ചേ, നമ്മൾ കർത്താവിനെ അക്സെപ്റ്റ് ചെയ്തപ്പോൾ, കർത്താവായി അക്സെപ്റ്റ് ചെയ്തപ്പോൾ നമ്മളെ കർത്താവ് സഭയിൽ പ്രവേശിപ്പിച്ചു. ദൈവരാജ്യത്തിൽ നമ്മൾ വീണ്ടും ജനിച്ചു. കർത്താവ് നമ്മളെ തുപ്പുമ്പോൾ നമ്മൾ വീണ്ടും മരിക്കും. വീണ്ടും മരിക്കുമോ? വീണ്ടും ജനിച്ചവരാണെങ്കിൽ പിന്നെ മരിക്കണമെങ്കിൽ അതൊരു വീണ്ടും മരണമായിരിക്കും. ഒരു പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങ് ഡൈജസ്റ്റ് ആയിട്ട് വരത്തില്ല ഈ ഒരു വീണ്ടും മരണം. ആദത്തിന്റെ ഉള്ളിൽ നാം ജനിച്ചു, പാപം ചെയ്തപ്പോൾ നാം മരിച്ചു. വീണ്ടും ആരാ നമ്മളെ വീണ്ടും ജനിപ്പിച്ചേ? ക്രിസ്തു വീണ്ടും ജനിപ്പിച്ചു. ആ വീണ്ടും ജനിച്ചവരെ കർത്താവ് എങ്ങോട്ട് ചേർത്തു? സഭയോട് ചേർത്തു. ആ സഭയിലുള്ളവരോട് കർത്താവ് പറയുകയാണ്, അതായത് വീണ്ടും ജനിച്ചവരോട് കർത്താവ് പറയുകയാണ്, വീണ്ടും ജനിച്ച റോമാ സഭയിലെ, തിരുവനന്തപുരം സഭയിലെ, സിഡ്നി സഭയിലെ, ദുബായ് സഭയിലെ ജനമേ, നിങ്ങൾ ജഡത്തെ
അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. വീണ്ടും ജനിച്ചവർ ഇതാ മരിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. അത് കർത്താവിന്റെ വചനം പറയുന്നു, രണ്ടാം മരണം. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, കേൾക്കേണ്ടത് കേൾക്കുക. കർത്താവിന്റെ വചനം എന്നാ പറഞ്ഞതെന്നറിയാമോ? നമ്മൾ ചിലതൊക്കെ കേട്ടിട്ട് അങ്ങ് ഉറപ്പിച്ചു വെച്ചിരിക്കുക, അവിടെ എത്തും ഉറപ്പാണെന്നൊക്കെ. ഇതാ ദൈവവചനം പറയുകയാണ്, വെളിപ്പാട് 2:11. ഇതൊക്കെ സഭയോട് പറയുന്ന 2:11. ഇതാ, ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ദോഷം വരത്തില്ല. അല്ലാത്തവനോ വരും, ദോഷം വരും. ഗ്ലോറി. വായിച്ചോ, എടുത്തു വായിച്ചോ, അതിന്റെ 8 വായിച്ചോ. അപ്പൊ ഏത് സഭയോട് എഴുതുന്നത് എഴുതി കാണാം നമുക്ക്. സ്മിർനയിലെ സഭയുടെ ദൂതൻ എഴുതുക. അപ്പൊ ഈ സഭയോടാണ് എഴുതുന്നത് അല്ലേ? ആരാ സഭയിലുള്ളവര്? വീണ്ടും ജനിച്ചവരെ കർത്താവ് സഭയോട് ചേർത്തു. അപ്പൊ ഇത് വീണ്ടും ജനിച്ചവരാ. ഓൾറെഡി ആദത്തിൽ ജനിച്ചു, അവിടെ മരിച്ചു, വീണ്ടും ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചു, സഭയോട് ചേർന്നു. അവരോടായി പറയുന്നത്. വായിച്ചോ 11. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരത്തില്ല. അതിന്റെ അർത്ഥം എന്താ? ജയിക്കാത്തവന് രണ്ടാം മരണത്താൽ ദോഷം വരും. ഗ്ലോറി. അപ്പോ പ്രിയരെ, ഈ സമയത്ത് കള്ളപ്രവാചകന്മാരുടെ മെയിൻ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആരംഭത്തെക്കുറിച്ച് നന്നായി പറയും, ജയത്തെക്കുറിച്ച് അവസാനത്തെക്കുറിച്ച് മിണ്ടത്തില്ല. ചെക്ക് യുവർ സെൽഫ്. ആർ യു ദ വൺ? ഞാനാണോ അത്? എങ്കിൽ ഇന്നത് മനസ്സിലായാൽ നമുക്ക് മാറാം. ഗ്ലോറി. അവർ നന്നായി ആരംഭിക്കും. ഇതാ പൗലോസ് പറയുന്നത്, ഞാൻ ഭയപ്പെടുന്നു, ക്രിസ്തു എന്ന ഏക പുരുഷനുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ചെയ്തിട്ടേ ഉള്ളൂ, ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇത് അവസാനിപ്പിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. വിവാഹം നടക്കുമെന്നുള്ള കാര്യം ഭയപ്പെടുകയാ. ആരംഭം കൊണ്ട് അവസാനിപ്പിക്കാനുള്ള കാര്യം മിണ്ടത്തില്ല. എന്നാൽ യേശുവിന്റെ പ്രസംഗം നിങ്ങൾ കേൾക്കണോ? സഭയോടുള്ള യേശുവിന്റെ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ യേശു ജയം പറഞ്ഞിട്ടില്ല എങ്കിൽ എന്നോട് പറ. ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ജയത്തെക്കുറിച്ച് കർത്താവ് മിണ്ടുന്നില്ല എങ്കിൽ എല്ലാ പ്രസംഗത്തിലും കർത്താവ് എന്താ ചെയ്യണേ? അവസാനിപ്പിക്കുക. ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. ജയിക്കുന്നവന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മാച്ചു കളയത്തില്ല. അപ്പോ ഇതാ, ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരത്തില്ല. ജയിക്കുന്നവന് ഇതാ, എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം കൊടുക്കും. ഗ്ലോറി. ഇതാ പ്രിയരെ, അപ്പോ എല്ലാ ഈ 7 സഭയ്ക്ക് ദൂത് എഴുതുമ്പോ, ഈ ക്രിസ്തുവിന്റെ 7 പ്രസംഗം നോക്കണം. 7 സഭയ്ക്ക് ദൂത് എഴുതുമ്പോഴും ഇതാ കർത്താവ് ജനത്തെ എന്ത് ചെയ്യാന്നറിയാമോ? 7 സഭയ്ക്ക് ദൂത് എഴുതുമ്പോഴും കർത്താവ് ഏത് പാർട്ടിലാണ് നിൽക്കണേ? ഗ്യാതറിംഗ് പാർട്ടിലാണോ സാങ്ക്ടിഫൈയിങ് പാർട്ടിലാണോ? കർത്താവ് ഇസ് എ ഫിനിഷിംഗ് പാർട്ട്. ഇത് ഈ ചർച്ചിൽ നിന്ന് ഈ ജനത്തെ ദൈവരാജ്യത്തിലേക്ക്, അതിലേക്ക് അവകാശമാക്കുന്ന ആ ഭാഗത്തെ കർത്താവ് നിൽക്കണേ. ജയിക്കുന്നവൻ, സഭയോടെ പറയുന്നത്, സഭയിൽ നിന്ന് ജയിക്കുന്നവൻ ഇതാ ഇന്നത് കിങ്ഡം അവകാശമാക്കൂ, ഭരണം അവകാശമാക്കൂ. അതുകൊണ്ട് നിനക്ക് എന്ത് വേണം? ജയം വേണം. ഈ കർത്താവിന്റെ ദാസനാണെങ്കിൽ കർത്താവ് പ്രസംഗിച്ചത് പ്രസംഗിക്കേ, കർത്താവ് പറഞ്ഞത് പ്രസംഗിക്കേ. ഗ്ലോറി. അല്ല, ഈ ഒരു മണ്ഡലത്തിൽ മാത്രം നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ അത് കാണുന്ന മണ്ഡലമാണ്. ജനം, ഗ്രൂപ്പ്, തൻ്റെ ഒരു സിംഹാസനം, കുറച്ച് ദശാംശം, ഇതൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ സഹോദര, സഭയ്ക്ക് ദശാംശവും കാര്യങ്ങളും ഒക്കെ ആവശ്യമാണ്. പക്ഷെ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിനക്കൊരു സിംഹാസനം ഉണ്ടാക്കാനല്ല, പകരം ഈ ജനത്തെ ഇതിന്റെ ഉടയവങ്കിലേക്ക് നയിക്കാനാണ് നമ്മൾ ആക്കി വച്ചിരിക്കുന്നത്. ഇവിടെ ആരംഭിപ്പിച്ച് അവരെ ആ ജനത്തെ ഇവിടെ കുരുക്കി കളയാനല്ല, ഈ മനുഷ്യരെ സ്വർഗരാജ്യത്തിലേക്ക് പിടിക്കണം. ആരംഭിച്ചാൽ മാത്രം പോരാ, അവസാനിപ്പിക്കണം. അല്ല എങ്കിൽ ഞാനാകട്ടെ നിങ്ങളാകട്ടെ കള്ളപ്രവാചകനായി പിടിക്കപ്പെടും. അപ്പോൾ ലജ്ജിച്ചിട്ട് കാര്യമില്ല. ഗ്ലോറി. കർത്താവിന്റെ പ്രസംഗം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. വെളിപ്പാട് 2:7 വായിച്ച്, 2:1 വായിച്ചിട്ട് 7 വായിച്ച്, 2:1 വായിച്ചിട്ട് 7 വായിച്ച്.
എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. അപ്പൊ ആർക്കാ എഴുതുന്നേ? എഫെസോസിലെ സഭയുടെ ദൂതൻ. ഇവിടെ എഴുതുന്നത് ദൈവ മക്കൾക്ക്, രക്ഷിക്കപ്പെട്ട ജനത്തിനാണ് ഇത് എഴുതുന്നത്. ഓ ലോർഡ്, ഐ ലവ് യു. 7 ആത്മാവ് സഭകളോട് പറയുന്നത്. ഒരു സെക്കൻഡ്, ആ സ്ക്രീനിൽ നിന്ന് എടുത്തോട്ടെ, അപ്പൊ ജനം കാണുകയും കേൾക്കുകയും രണ്ടുകൂടെ ഒരുമിച്ചായിക്കോട്ടെ. ഇത് എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. ഇത് ആർക്കാ എഴുതുന്നത്? സഭയ്ക്കാ എഴുതുന്നേ. അപ്പൊ നിങ്ങളുടെ സഭയുടെ പേരും കിട്ടും. ഏത് സഭയാണ് ആ സഭയുടെ പേരും കേട്ടോ? ഫിലദൽഫിയ ആണെങ്കിൽ ഫിലദൽഫിയ, ഏത് ഗ്രൂപ്പാണ് അതിന്റെ പേരും കേട്ടോ? ആ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരു അവസാനം വായിച്ച് അതിന്റെ 7 വായിച്ച്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. താഴേക്ക്. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരിധിസയിൽ ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഈ വാക്യത്തിൽ ജയം ഉണ്ടോ ഇല്ലയോ? ജയമുണ്ട്. ജയിക്കുന്നവനെ കിട്ടത്തുള്ളൂ. ആദത്തിന് കിട്ടാത്ത ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കിട്ടണമെങ്കിൽ ജയം പ്രാപിക്കണം. ഇനി അടുത്തത്, ജയം പ്രാപിക്കണമെങ്കിൽ എന്തു വേണം? ആത്മാവ് സഭകളോട് ജയം പ്രാപിക്കണമെങ്കിൽ, അതുകൊണ്ട് ഇന്ന് രാവിലെ ഡെയിലി ബ്രെഡ് നടത്തിയത് ആത്മാവിൽ നിന്ന് കേൾക്കാൻ. ആമേൻ. ആത്മാവിൽ നിന്ന് കേട്ടത് മാത്രമേ ലോകത്തെ ജയിക്കത്തുള്ളൂ. ദൈവത്തിന് ജനിച്ചത് മാത്രമേ ലോകത്തെ ജയിക്കത്തുള്ളൂ. ഞാൻ ഈ പറയുമ്പോ ഇത് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതാ. ഇത് നിങ്ങളെ സഹായിക്കും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ഈ ദൈവത്തിന്റെ ആത്മാവിൽ കേട്ടോളണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നിങ്ങളുടെ അകത്ത് ജനിക്കുന്നത് നിങ്ങളുടെ ഡെയിലി ബ്രെഡാ. ഡെയിലി ബ്രെഡാ. ആ ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. അല്ലാണ്ട് മൈക്കിലൂടെയുള്ള പ്രസംഗം അത് എവിടെ വെച്ച് നമ്മൾ കേൾക്കണമെന്ന് അറിയാമോ? അത് തുടക്കത്തിലെ ഭാഗത്ത് നമ്മൾ കേൾക്കണേ. ലോർഡ്, ഐ ലവ് യു.